നമസ്കാരം. ചിത്രം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മളോട് പലരും പറയുന്നതും അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ പലരോടും പറയുന്നതുമായിട്ടുള്ളൊരു വാചകമാണ് എന്നോട് കമ എന്നൊരക്ഷരം വേണ്ടി പോരുതെന്ന്. ശരിക്കും എന്താണ് ഈ കമ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു അക്ഷരമാണോ ഇല്ലെങ്കിൽ അതൊരു വാക്കാണോ? നമ്മുടെ കേരളത്തിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇല്ലെങ്കിൽ പ്രയോഗിച്ചിരുന്ന ഒരു അക്ഷരസംഖ്യയാണ് കടവയാതി അഥവാ പരൽപ്പേര് അഥവാ അക്ഷരസംഖ്യ. സാധാരണ ഇപ്പോൾ സംഖ്യകളുടെ സ്ഥാനത്ത് അക്ഷരങ്ങൾ കൊണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആശയവിനിമയ രീതിയാണത്. മലയാളത്തിലെ 51 അക്ഷരങ്ങൾക്ക് സംഖ്യകൾ കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ വാക്കുകളും കവിതകളുമൊക്കെ രചിച്ചിരുന്നത്. നമ്മുടെ ഈ യുദ്ധസമയത്തെല്ലാം മാർത്താണ്ഡവർമ്മയും അതുപോലെ പാലിയത്തച്ഛനുമൊക്കെ രഹസ്യങ്ങൾ കൈമാറിയിരുന്നത് ഇത്തരം കടവയാതി ഈ ഭാഷയിലൂടെയായിരുന്നു. കൂടുതലും ഗണിതശാസ്ത്രത്തിലും തച്ചുശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ആയുർവേദത്തിലുമൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് നമ്മുടെ ഈ 51 അക്ഷരങ്ങൾക്കും വില നൽകിയാണ് നമ്മുടെ ഈ വാചകങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ കച്ചടത്തപ്പ കായ്ഖ ഗായ്ഖങ്ങ ചായ്ച്ച ജായ്ച്ചഞ്ഞ ഡായിട്ട ഡായിട്ടെണ്ണ തായ്ഥ ദായ്ഥെന്ന പായ്ഭ ബായ്ഭമ്മ യാരാല വാശാശ സഹ ളാഴാറ ഒപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഈ അക്ഷരങ്ങൾക്ക് 51 അക്ഷരങ്ങൾക്ക് നമ്മൾ വില കൊടുത്തിട്ടാണ്, അതായത് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ വിലയായി നൽകിക്കൊണ്ടാണ് നമ്മളിത് ഈ വാചകങ്ങൾ സൃഷ്ടിക്കുന്നത്. അതായത് സ്വരാക്ഷരങ്ങൾക്ക് 0 വില, ചില അക്ഷരങ്ങൾക്ക് വിലയില്ല. പിന്നെ കൂട്ടക്ഷരങ്ങൾക്കാണെങ്കിൽ അതിലെ രണ്ടാമത്തെ അക്ഷരത്തിനായിരിക്കും വിലയുള്ളത്. അതായത് രക്തം എന്ന് പറഞ്ഞാൽ അതിൽ കായും തായും കൂടി ചേർന്നിട്ടുള്ള കൂട്ടക്ഷരം ഉണ്ടല്ലോ, അതിൽ കായ്ക്ക് വിലയില്ല, തായ്ക്കായിരിക്കും വില. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കച്ചകത്തപ്പയ്ക്ക് ഇപ്പം വിവര പട്ടിക താഴോട്ട് പറയുന്നതാണ്. അതായത് കായുടെ വില 1, ക ഇഖ 2, ഗ 3, ഇഖ 4, ങ്ങായ്ക്ക് 5. അടുത്തത് ചായ്ക്ക് 6, ചായ്ച്ച 7, ഡ 8, ചായ്ച്ച ജ 8, ജയിച്ച 9, ജായിച്ച ഞായുടെ സ്വരാക്ഷരമാണല്ലോ, അപ്പം 0 വില. അപ്പോൾ അതുപോലെ എല്ലാത്തിനും ഇതുപോലെ വില കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു സംഖ്യ എന്താ പറയുന്നത് കവിതയോ വാക്കോ ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം കമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില നമുക്കൊന്ന് നോക്കാം. കായുടെ വില 1 അതുപോലെ മായുടെ വില വരുന്നത് 5 വരുന്നത്. അപ്പോൾ കമ എന്ന് പറഞ്ഞാൽ 1ഉം 5ഉം. പിന്നെ ഇതിൽ നമ്മൾ അക്കങ്ങൾ കൊടുത്തിട്ട് വലത്ത് നിന്നും ഇടത്തോട്ടാണ് നമുക്ക് വായിക്കേണ്ടത്. അതായത് കമ എന്ന് പറഞ്ഞാൽ ഇടത്തു നിന്നും വലത്തോട്ടാണെങ്കിൽ 15 ആയിരിക്കും വരിക. പക്ഷെ ഇവിടെ വലത്തു നിന്നും ഇടത്തോട്ടാകുമ്പം 51. അതായത് കമ എന്ന് പറഞ്ഞാൽ 51 ആണ് അതിൽ അക്കമായിട്ട് വരുന്നത്. അതായത് കമ എന്നൊരു അക്ഷരം പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മലയാള ഭാഷയിലെ 51 അക്ഷരങ്ങളിൽ ഒന്നുപോലും പറയരുത് എന്നാണ്. നമ്മൾ പൊതുവെ തമാശയ്ക്കൊക്കെ പറയാറുണ്ട് കായും മായും ഒഴികെ ബാക്കി എല്ലാ അക്ഷരങ്ങളും പറയാമെന്ന്. എന്നാൽ അങ്ങനെയല്ല. മലയാള ഭാഷയിലെ 51 അക്ഷരങ്ങളിൽ ഒന്നുപോലും എന്നോട് പറയാൻ പാടില്ല എന്നാണ് കമ എന്നൊരക്ഷരം എന്നോട് പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇതുപോലെ കടവയാതിയിലൂടെ ധാരാളം രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒത്തിരി പറയാറുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ.